എപ്പ വന്ന്? കുറച്ചു നേരമായി. വഴി പുറത്തോട്ട് പോവാ. ഇപ്പൊ വന്നേ ഉള്ളൂ, കുറച്ചുകൂടെ കിടക്കട്ട്. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വന്തമായിട്ട് ഒരു വീട് തന്തണ്ടാക്കിയിട്ടില്ലേ? അവിടെ പോയി കിടന്നൂടെ? ഇവിടെ കിടക്കണ സുഖം അവിടെ കിട്ടൂലളിയാ. പാപ്പാടുത്ത് പറയും നമ്മൾ രണ്ടുപേരും ഏറ്റെടുക്കാൻ. ഇവിടെ എന്നെ തന്നെ ഏറ്റെടുക്കുന്നില്ല. തീർത്താ അത് പിന്നെ വിശന്നപ്പ ഇതിലൊരു സാമാനം മേടിച്ച് നിറച്ചു വെക്കുന്ന എനിക്ക് തിന്നാനാണ്. വന്ന് കയറി കിടക്കണേ പോലെ അവനൊക്കെ തീർത്താ. പിന്നെ അടിക്കാനുള്ളതല്ലേ. മക്കളെ ചോറായി. ഇതിനുള്ള മറുപടി ഞാൻ ചോറിനിട്ട് വന്നിട്ട് തരാം. അപ്പൊ മന്ത്രം അറിയാം. ആളെവിടെ കയറി ഇരിക്കാൻ പറഞ്ഞു? നിന്റെ വാപ്പച്ചി വീട്ടിൽ കയറുന്ന വാപ്പാ വിളിക്കുന്നതാ. ഞാൻ തന്നെ അവന്മാരെ ഇരിക്കാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് നിനക്ക് വേണമായിരുന്നാ? ഇല്ല, ഞാൻ ഇന്ന് വായാണല്ലോ ഭക്ഷിക്കുന്ന. ഓണാക്കിട്ടുണ്ട് കേട്ടാ. ഇനി ഏത് ന്യൂസും അപ്പ മാമയ്ക്ക് വന്നോളൂ. നന്ദിടാ മോനെ, വലിയ പേര്. ഇവിടെ ഉണ്ടൊരു കിഴകൻ. മാമേ പോയി പെൻഷൻ മേടിച്ചിട്ടില്ല. മക്കൾക്ക് എന്തൊരു വേണം? ശവായി. കൂവായി നിനക്കല്ല, ഈ മക്കൾക്കാണ് ചോദിച്ചത്. ആട്ടുസും പോയാമ. എനിക്ക് നിനക്ക് ആട്ടും തുപ്പും പോടാ. എന്റെ വീട് എന്റെ വീട്ടുകാര്, എന്നിട്ട് എനിക്ക് ആട്ടും തുപ്പും, നിങ്ങൾക്ക് ആട്ടും സൂപ്പും. നീ വന്ന് തിരിച്ചു ചോദിക്കാണ്. ഇപ്പൊ എന്റെ വീടാണെങ്കിൽ നിങ്ങൾക്ക് ആട്ടും തൂപ്പും, എനിക്ക് ആട്ടും തൂപ്പും. അതൊരു സൈക്കിളാണ് അളിയാ. നിന്നെ എപ്പോഴും കാല് വരുന്നവരാണ് നീ. പക്ഷെ എന്റെ വീട്ടില് ഗാന്ധി ചേരുന്ന പിന്നെ നീയാണ്. എന്നും പറഞ്ഞ ഇവിടെ കയറി നിരങ്ങാന്നും വിചാരിക്കണ്ട. പാപ്പാണെങ്കിൽ നിങ്ങളെടുത്തോ മുറുക്കെടുക്കുന്ന. മക്കളെ നിങ്ങൾ വന്നാണ്. ഇത് രണ്ടാ നിങ്ങളല്ലേ? കഴിവറ നിങ്ങളെ തന്നെ വിളിച്ച മണ്ടൻ. മണ്ടത്തിന്റെ വാപ്പ. അത് നിങ്ങൾ തന്നെ. നിന്റെ വാപ്പാടാ വാപ്പ. അത് നിങ്ങളെ വാപ്പ. പുല്ല്. പോറ്റാ. ഓ